9ാം ക്ലാസ്സിലെ പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്നുള്ള 12ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ പേജ് നമ്പർ 208 4ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനാണ് ഇതിൽ. എ റെക്ടാങ്കുലാർ ഷീറ്റ് ഓഫ് മെറ്റൽ വിത്ത് സൈഡ്സ് 48 സെൻറ്റിമീറ്റർ ആൻഡ് 25 സെൻറ്റിമീറ്റർ ഈസ് റോൾഡ് ഇൻ ടു എ സിലിണ്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിൽ തന്നിട്ടുള്ള ആ 48 എന്നുള്ളത് എന്താണ്, അതിൻ്റെ പെരിമീറ്റർ ആണ് അല്ലേ. 2πr ആണ്. 2πr അഥവാ പെരിമീറ്ററാണ് 48 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഹൈറ്റാണ് 25 സെൻറ്റിമീറ്റർ. പറഞ്ഞിട്ടുള്ളത് TSA ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പോൾ TSA എന്ന് എഴുതുന്നുണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ എന്താണ്, കർവ്ഡ് സർഫസ് ഏരിയ, അതായത് CSA കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് എന്താണ് 2 ബേസ് ഏരിയയാണ്. 2 ബേസ് ഏരിയ. ഇതിൽ നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കാണാൻ അറിയാം. എന്താണ് ഇതിലെങ്ങനെ എഴുതാം. ഇപ്പോൾ TSA സമം കർവ്ഡ് സർഫസ് ഏരിയ 2πRH ആണ്. 2πRH പ്ലസ് എന്താണ് 2 ബേസ് ഏരിയ 2 ഇൻറ്റു, അതായത് 2πr² അല്ലേ. πr² ആണല്ലോ ബേസ് ഏരിയ കാണാൻ. അപ്പോൾ 2πr². നമ്മൾ ഇത് കണ്ടുപിടിക്കണം. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ 2πRH പ്ലസ് 2πr² ആണ്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ കാണാം. കർവ്ഡ് CSA കർവ്ഡ് സർഫസ് ഏരിയ സമം എന്താണ് 48 അല്ലേ. അതായത് 2πr 48. നമുക്കറിയാം 2πr, അതിന് പകരം നമുക്ക് 48 ഇൻറ്റു ഹൈറ്റ് 25. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 48 × 25 1200 സ്ക്വയർ സെൻറ്റിമീറ്ററിന് കിട്ടും. ഇത് നമുക്കിതിൽ TSA കാണാനുള്ള കിട്ടി, കർവ്ഡ് സർഫസ് ഏരിയ കിട്ടി. ഇത് എന്ത് കാണണം, 2πr² കാണണം. ഇതിൽ 6 ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് 6 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 2πr സമം 48. 2πr സമം 48 ആണ്. അപ്പോൾ 6 കാണാൻ r സമം എന്തെഴുതാം, 48/2π. 48നെ 2 ഹരിച്ചാൽ 24/π എന്ന് കിട്ടും. ഇത് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. 2πr² അല്ലേ. 2 ഇൻറ്റു π ഇൻറ്റു r പറഞ്ഞിട്ട് 24/π. 24/π ഇൻറ്റു സ്ക്വയർ അല്ലേ 24/π. ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്. നമുക്കിതിനെ ക്യാൻസൽ ആക്കാം. ഇനി 24 × 24 ചെയ്യാം. അപ്പോൾ 576 ആണ്. 576. പിന്നെ ഒരു ഇൻറ്റു 2 ഉണ്ട് അല്ലേ. ഇൻറ്റു 2 ഇവിടെ ഒരു പൈ ഉണ്ട് താഴെ. അത് 576നെ 2 ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് 6 × 12, 2 14, 15, പിന്നെ 2 10, 11 ബൈ എന്ത് കിട്ടും, പൈയുടെ വാല്യൂ 3.14 കിട്ടും. ഈ നമ്പറിന് നമുക്ക് ഇങ്ങനെ ഹരിക്കാൻ. താഴെ എന്ത് വന്നിട്ടുണ്ട്, പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയിന്റ് മാറ്റാൻ മുകളിൽ നമ്മൾ 2 സ്ഥാനമാണ്. അപ്പോൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. താഴത്തെ നമ്പറിന് നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇവിടെ 2 സ്ഥാനമായതുകൊണ്ട് 100, 1 സ്ഥാനമാണെങ്കിൽ 10 അങ്ങനെ എടുക്കും കേട്ടോ. അപ്പോൾ 1 ഇൻറ്റു 100 ബൈ 3.14 ഇൻറ്റു 100. അപ്പോൾ 2 0 വരും അല്ലേ. ഇതിനെ നോക്കുമ്പോൾ ഇവിടെ 2 0 ആഡ് ആവും. പിന്നെ അപ്പോൾ 2 സ്ഥാനം നീക്കണം. അപ്പോൾ എന്തായി, ഈ പോയിന്റ് പോയി 3 പോയിന്റ് എന്നുള്ളത് 314 എന്ന് വരും. ഇതൊരു വലിയ നമ്പറാണ്. ഇതിന് നമുക്ക് 2 വെച്ചിട്ടൊന്ന് ചെറുതാക്കി കൊടുക്കാം കേട്ടോ. അതായത് 2 കൊണ്ട് ഇതിനൊന്ന് ഹരിക്കാം.
ഇതൊരു വലിയ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിനിട്ട് ഹരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇതിൽ 2ന് 2 വെച്ചിട്ട് എന്ത് ചെയ്യാം, ഹരിക്കാം. അപ്പോൾ നമുക്ക് 2 നമ്പറിനെയും ഹരിക്കുമ്പോൾ 57,600 ബൈ 314 നമ്മൾ എന്തുകൊണ്ട് ഹരിക്കുക, 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 157. ഇനി ഈ നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനെ ഹരിക്കുമ്പോൾ 366.87 എന്ന് കിട്ടും. 300 ഇത് നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ TSA പറഞ്ഞാൽ എന്താണ്, കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് 2 ബേസ് ഏരിയയാണ് അല്ലേ. അപ്പോൾ TSA എത്ര വരും, അതായത് കർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ 2πr കണ്ടുപിടിച്ചിട്ടുണ്ട് 1200 പ്ലസ് 2πr² ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. 2πr² അല്ലേ. എത്രയാണ് കിട്ടിയത്, 366.87. ഇത് തമ്മിൽ ആഡ് ചെയ്യുക കേട്ടോ. ഇത് ആഡ് ചെയ്യുമ്പോൾ 1566.87 സ്ക്വയർ സെൻറ്റിമീറ്ററിന് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ നമ്മളിത് എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.